ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബൊറൂസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബൊറൂസിയ നടത്തിയിട്ടുള്ളത്. പക്ഷേ അഗ്രിഗേറ്റിൽ FC ബാഴ്സലോണയാണ് വിജയിച്ചിട്ടുള്ളത്. 3-5 ഗോളുകൾക്കാണ് ബാഴ്സ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ UCL സെമി ഫൈനൽ സ്വന്തമാക്കാൻ ഇപ്പോൾ ബാഴ്സയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലേക്ക് ഇപ്പോൾ FC ബാഴ്സലോണ എത്തുന്നത്. മത്സരത്തിന്റെ 11ാമത്തെ മിനിറ്റിൽ ഗിറാസി ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി പെനാൽറ്റിയിലൂടെ ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ ഈ ഒരു ഗോളിന്റെ ലീഡിലാണ് ബൊറൂസിയ കളം വിട്ടിട്ടുള്ളത്. പിന്നീട് 49ാമത്തെ മിനിറ്റിൽ ഗിറാസി ഹെഡറിലൂടെ മറ്റൊരു ഗോൾ നേടി എന്നുള്ളതാണ്. എന്നാൽ 54ാമത്തെ മിനിറ്റിൽ അവരുടെ താരമായ റമിക്ക് ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നു. ഇതോടുകൂടി സ്കോർ 2-1 എന്ന നിലയിലായി. പിന്നീട് 76ാമത്തെ മിനിറ്റിൽ ഗിറാസി മറ്റൊരു ഗോൾ കൂടി നേടുകയായിരുന്നു. അതായത് ബാഴ്സക്കെതിരെ ഹാട്രിക് പൂർത്തിയാക്കാൻ ഗിറാസിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് 1-3 ഗോളുകൾക്ക് ബൊറൂസിയ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ആദ്യപാദ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് FC ബാഴ്സലോണ വിജയിച്ചിരുന്നു. അത് അവർക്ക് തുണയായി മാറുകയായിരുന്നു. ഈ മത്സരത്തിൽ ബാഴ്സയെ നിഷ്പ്രഭമാക്കാൻ ബൊറൂസിയക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു കണക്കുകൾ അങ്ങനെയാണ് കാണിക്കുന്നത്. 3.85 ആണ് XG വരുന്നത്. അതേസമയം ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0.49 ആണ് വരുന്നത്. ആകെ 18 ഷോട്ടുകൾ ഉതിർക്കാൻ ബൊറൂസിയയ്ക്ക് കഴിഞ്ഞു. ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 ഷോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ടാർഗറ്റിലേക്ക് 11 ഷോട്ടുകൾ ഉതിർക്കാൻ ബൊറൂസിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സ 2 ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തിട്ടുള്ളത്. ബാഴ്സയുടെ പ്രതിരോധ നിരക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും സെമി ഫൈനൽ യോഗ്യത ഇപ്പോൾ FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ ആസ്റ്റൺ വില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. PSG വിറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2-3 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ല വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അഗ്രിഗേറ്റിൽ വിജയിച്ചത് PSG ആണ്. 4-5 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് PSG സെമി ഫൈനൽ യോഗ്യത ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആദ്യം PSG 2 ഗോളുകളുടെ ലീഡ് സ്വന്തമാക്കുകയായിരുന്നു. ഹക്കീമിയും നുനോ മെൻഡസും ഗോളുകൾ നേടി. അങ്ങനെ PSG വിജയം ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ആസ്റ്റൺ വില്ല ഈ മത്സരത്തിൽ തിരികെ വന്നു എന്നുള്ളതാണ്. ടിലമെൻസ്, അതുപോലെ തന്നെ മഗ്ഗിന്, അതുപോലെ തന്നെ കോൺസ എന്നിവരായിരുന്നു ഗോളുകൾ തിരിച്ചടിച്ചത്. പക്ഷേ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ ഈ വിജയം അവർക്ക് മതിയാകുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. PSG ഇപ്പോൾ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ PSG-യും ബാഴ്സയും ഇപ്പോൾ UCLന്റെ സെമിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് 2 മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്റർ മിലാനും ബയേണും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആഴ്സണലും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. 2 മത്സരങ്ങളും ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ആദ്യ പാദത്തിൽ 1-2 ഗോളുകൾക്ക് ഇന്റർ മിലാൻ ബയേണിനെ പരാജയപ്പെടുത്തിയിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ആഴ്സണൽ റയലിനെ തോൽപ്പിച്ചിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.